ഹലോ ഗായ്സ്, ഭ്രാന്തന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ അറിയാൻ ഇന്നലത്തെ കളി എന്നെ അങ്ങനെ നല്ല രീതിയിൽ ജയിച്ചിരിക്കുകയാണ്. അടിപൊളി ഉള്ള മാച്ച് നല്ല രീതിയിൽ ഇന്ത്യ ജയിച്ചിരിക്കുകയായിരുന്നു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, എന്തായാലും ടീമിൽ വന്ന മാറ്റങ്ങൾ എന്തുകൊണ്ട് ഇന്ത്യൻ ടീമിന് അതൊരു നല്ല ഗുണം തന്നെ ചെയ്തിട്ടുണ്ട്. ഇത് മുന്നേ ചെയ്യേണ്ടതായിരുന്നു എന്ന് സൂര്യകുമാർ യാദവ് ചെയ്യായിരുന്നു. ഇതിനു മുമ്പ് തന്നെ ഫസ്റ്റ് മാച്ച് സൗത്ത് ആഫ്രിക്കയിലൂടെ തോറ്റ കളിയിൽ നമുക്ക് വേണമെങ്കിൽ ഇത് ചെയ്യായിരുന്നു. ഇത് ചെയ്തിരുന്നെങ്കിൽ ഇത് വർക്ക്ഔട്ട് ആയാണ്. എന്തായാലും സൂര്യകുമാർ യാദവിന്റെ അഹങ്കാരം മാറി പ്ലേയിങ് ലെവലിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ റിങ്കു സിംഗിന് പകരം സഞ്ജു സാംസൺ, വാഷിംഗ്ടൺ സുന്ദറിന് പകരം അക്ഷർ പട്ടേൽ. കൺഫേം ഞാൻ പറഞ്ഞതുപോലെ തന്നെയാണ്. അച്ചക്കായി ആ സെയിം ടീമിൽ തന്നെ ഇന്ത്യ എടുത്തു. നല്ല രീതിയിൽ ഓപ്പണിംഗ് പാർട്ണർഷിപ്പ്. സഞ്ജു സാംസൺ നല്ല ബാറ്റ് ചെയ്തു. അഭിഷേക് ശർമ്മ തിരിച്ച് ഫോമിലേക്ക് തിരിച്ചെത്തി. ഇഷാൻ കിഷൻ നല്ലപോലെ ബാറ്റ് ചെയ്തു. തിലക് വർമ്മ അവന്റെ തുഴച്ചിൽ മാറ്റി നല്ല രീതിയിൽ പെർഫോം ചെയ്തിരിക്കുന്നു. നല്ല രീതിയിൽ പെർഫോം ചെയ്തതിൽ ഇന്നത്തെ കളിയിലാണ് തിലക് വർമ്മ, സൂര്യകുമാർ യാദവ്, ഹർദിക് പാണ്ഡ്യ എല്ലാവരും അവരുടേതായ നല്ല രീതിയിൽ പെർഫോം ചെയ്തു. ബൗളിംഗിലായിരുന്നു അർഷദീപ്, വരുൺ ചക്രവർത്തി എല്ലാം നല്ല രീതിയിൽ ചെയ്തു. ആകപ്പാട് ഡിസപ്പോയിന്റ്മെന്റ് ഉണ്ടായിരുന്നത് ഡുംബേര ആ 2 ഓവർ മാത്രമേ ഉള്ളൂ. കുറെ ഇത് വൈഡും കുറെ എക്സ്ട്രാസ് കുറെ വന്നു. അത് മാത്രമേ ഉള്ളൂ. ആകപ്പാട് നെഗറ്റീവായിട്ട് പറയാനുള്ളത് അത് മാത്രമേ ഉള്ളൂ. ആ ഡുംബേര ആ 2 ഓവർ. ബാക്കിയെല്ലാം പെർഫെക്റ്റ് ആയിരുന്നു. ഇന്ത്യൻ ടീം പഴയ ഇതിലെത്തിയിരിക്കുകയാണ്. ഇനിയിപ്പം വേറെ ഒന്നുമില്ല. സ്ട്രൈറ്റ് വെസ്റ്റ് ഇൻഡീസിന് എതിരെയുള്ള മത്സരം, ഒന്നാം തീയതി നടക്കുന്ന വെസ്റ്റ് ഇൻഡീസിനെതിരെയുള്ള മത്സരം നല്ല രീതിയിൽ ജയിക്കുകയാണെങ്കിൽ ഇന്ത്യ സെമി ഫൈനലിലാണ് കടക്കാൻ പോകുന്നത്. എന്തായിരുന്നാലും ഇന്ത്യ ജയിക്കും, ഇന്ത്യ ജയിച്ചിരിക്കും. അങ്ങനെയാണ് കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ സഞ്ജു സാംസൺ വന്നു, അക്ഷർ പട്ടേൽ വന്നു. ടീമിലുണ്ടായ മാറ്റങ്ങളാണ് ഇതിന് ഏറ്റവും വലിയ അടിസ്ഥാനമായ ഘടകമായിട്ട് നമുക്ക് കണക്കാക്കാൻ കഴിയുന്നത്. എന്തുകൊണ്ടും ഇതേ സെയിം ടീം തന്നെ ആയിരിക്കും വെസ്റ്റ് ഇൻഡീസിനെതിരെയും നമുക്ക് കളിക്കാൻ പോകുന്നത്. എന്നും പറഞ്ഞു വെസ്റ്റ് ഇൻഡീസ് കൊച്ചു ടീം എന്നും പറഞ്ഞു കൊച്ചു ടീമായി നമ്മൾ കണക്കാക്കാൻ പാടില്ല. വെസ്റ്റ് ഇൻഡീസ് ഈസ് പവർഫുൾ ടീം. അവരൊരിക്കലും അവരെ നമുക്ക് ലീഡ് ചെയ്യാൻ പറ്റില്ല. അവരുടെ ബാറ്റിംഗ് പെർഫോമൻസ് ആയാലും ബോളിംഗ് പെർഫോമൻസ് ആയിട്ടാണ് എല്ലാം അടിമുടി നല്ല പെർഫോമൻസ് ആണ് വെസ്റ്റ് ഇൻഡീസ്. വെസ്റ്റ് ഇൻഡീസിനാണെങ്കിൽ അങ്ങനെ ഒരു കാലമാടന്മാരാണ്. ഇവർ 10ാം നമ്പർ ബൗളർ വരെ നല്ലപോലെ ബാറ്റ് ചെയ്യുന്ന ടീമാണ് വെസ്റ്റ് ഇൻഡീസ്. അതുകൊണ്ട് വെസ്റ്റ് ഇൻഡീസ് കഴിഞ്ഞ കളി സൗത്ത് ആഫ്രിക്കയുടെ തോറ്റെന്നും പറഞ്ഞ് നമ്മൾ വെസ്റ്റ് ഇൻഡീസിനെ വിലയിരുത്തി കളയരുത്. വെസ്റ്റ് ഇൻഡീസ് എ ഗുഡ് ടീം. എപ്പോ വേണമെങ്കിലും കംബാക്ക് തിരിച്ചു വരാൻ കഴിയുന്ന നല്ലൊരു ടീമാണ് വെസ്റ്റ് ഇൻഡീസ്. അപ്പൊ ആ വെസ്റ്റ് ഇൻഡീസിനെതിരെ ഈ ടീം തന്നെ നിലനിന്നുകൊണ്ട് നല്ല രീതിയിൽ വിജയിക്കണമെന്നാണ് എന്റെ ആഗ്രഹം, എല്ലാവരും ആഗ്രഹം. അങ്ങനെ സഞ്ജു സാംസൺ ഇറക്കുന്ന കുറെ നാൾ കൊണ്ട് ക്രിക്കറ്റിലെ പണ്ഡിതന്മാരെല്ലാരും പറഞ്ഞു അങ്ങനെ ഇന്നലത്തെ മാച്ചിൽ സഞ്ജു സാംസനെ ഇറക്കിയിരിക്കുകയാണ്. നല്ല 25 റൺ. നല്ല രീതിയിൽ സ്ട്രൈക്ക് റേറ്റ് കുറവാണ്. ഇന്നലത്തെ ബാറ്റിംഗ് സ്ട്രൈക്ക് റേറ്റ് കുറവാണ്. 165 ഉണ്ട് സ്ട്രൈക്ക് റേറ്റ്. എന്നിരുന്നാൽ പോലും 25 റണ്ണിന്റെ ഇമ്പാക്ട് അതിന് ഓപ്പണിംഗ് പ്ലെയർ 46 റൺ ആയപ്പോഴാണ് ഫസ്റ്റ് വിക്കറ്റ് സഞ്ജു സാംസൺ പോകണം. എന്നിരുന്നാൽ പോലും സഞ്ജു സാംസൺ ബാലറ്റത്ത് നിന്നത് കൊണ്ട് മാത്രമാണ് അഭിഷേക് ശർമ്മ കോൺഫിഡൻസോടെ ബാറ്റ് ചെയ്തത്. തീർച്ചയായിട്ടും. അപ്പോൾ ഇതിൽ ഒരു കാര്യം നമുക്ക് തന്നെ കറക്റ്റ് അറിയാൻ പറ്റും. കാര്യം അഭിഷേക് ശർമ്മയുടെ വരസാണ് സഞ്ജു സാംസൺ. സഞ്ജു സാംസണും അഭിഷേക് ശർമ്മയും പെയറായിട്ട് കോമ്പറ്റീഷനിൽ ഓപ്പണിംഗ് പെയറായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ എന്തായിരുന്നാലും ഒന്നേ അഭിഷേക് ശർമ്മ 50 ബോൾ റൺ അടിക്കും. അത് 100% സത്യമാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഇഷാൻ കിഷനും അഭിഷേക് ശർമ്മയ്ക്ക് ഓപ്പണിംഗ് പെയറായിട്ട് ഇറങ്ങിയ സമയത്തൊന്നും അഭിഷേക് ശർമ്മയ്ക്ക് ഫോം ആവാൻ പറ്റിയില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ അഭിഷേക് ശർമ്മയുടെ വരസ് സഞ്ജു സാംസണാണ്. സഞ്ജു സാംസന്റെ കൂടെ പെയറായിട്ട് ഇറങ്ങിയാലേ അഭിഷേക് ശർമ്മ ഫോം ആവുള്ളൂ എന്നൊരു തിരിച്ചറിവ് അഭിഷേക് ശർമ്മയ്ക്കും വന്നു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തായിരുന്നാലും നല്ല ടീം, വാടിമൂടി ടീമിന്റെ മാറ്റത്തിൽ തന്നെ ഒരു വിജയം. പക്ഷെ ഒറ്റ പ്ലെയറിന്റെ ഇമ്പാക്ട് ഉണ്ടല്ലോ, ടീമിന്റെ ഗതി തന്നെ മാറ്റി കളഞ്ഞു. ഹയസ്റ്റ് 2020 സ്കോറും രണ്ടാമത്തെ വ്യക്തിഗത ഉയർന്ന സ്കോർ നേടി ഇന്ത്യ 257 റൺ. ഹയസ്റ്റ് 2020 സ്കോർ. അതിനു മുമ്പ് ശ്രീലങ്കയായിരുന്നു. ഫസ്റ്റ് വിക്കറ്റ് ശ്രീലങ്കയായിരുന്നു. ഇപ്പൊ ആ സ്കോർ വേണമെങ്കിൽ ഇന്ത്യ തകർക്കും. ആ അമ്മാതിരി ഫോമിലാണ് ഇന്ത്യ ഉള്ളത്. എന്തായിരുന്നാലും എന്താണ് ഉണ്ടാകാൻ പോകുന്നത് അടുത്ത മാച്ചിൽ തന്നെ നമുക്ക് അറിയാം പ്രിയപ്പെട്ട കൂട്ടുകാരെ. എന്തായിരുന്നാലും ഈ ടീമിൽ വന്ന മാറ്റം അത് സഞ്ജു സാംസൺ തന്നെ. അത് ഇനി അച്ചട്ടായിട്ട് വരെ സഞ്ജു സാംസൺ. കാര്യം വലുതായിട്ട് പറയാനുള്ള സ്കോറോ അതോ ഒന്നുമില്ല. 2 6 ഒരു 4 അടിച്ചിട്ടുള്ളൂ. 25 റണ്ണേ പുള്ളി. പക്ഷെ പുള്ളി ക്രീസിൽ ഉണ്ടാക്കിയിരുന്ന ഒരു ഇമ്പാക്ട് ഉണ്ടല്ലോ, ആ ഇമ്പാക്ട് വേറെ ഇഷാൻ കിഷന് പോലും ആ ഇമ്പാക്ട് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് സത്യം. എന്നിരുന്നാൽ പോലും ഇഷാൻ കിഷന് നല്ല രീതിയിൽ പെർഫോം ചെയ്തു. ഇപ്പൊ ടീം ഇന്ത്യ സെറ്റായി. ഇതാണ് ഒരു സെറ്റ് ടീം എന്ന് പറയുന്നത്. ഇവിടെയാണ് നമ്മൾ ഇങ്ങനെ ഒരു ടീമിനെയാണ് നമ്മൾ സെറ്റാക്കി വെക്കാറുള്ളത്. സത്യമാണ്. അല്ലാതെ ചുമ്മാ മുംബൈ ലോബിയായിട്ട് മുംബൈയിലുള്ള പ്ലേയേഴ്സിനെ മാത്രം എടുത്ത് ടീമിലോട്ട് തള്ളിക്കയറ്റിയിട്ട് ടീമിനെ തകർക്കുക വേണമെന്ന് അത് ചെയ്യുന്നു. അല്ലാതെ
ഇപ്പൊ എടുത്ത ടീം കറക്റ്റ് ടീമാണ്, പക്കാ ടീമാണ്. ഈ ടീമിൽ നിന്ന് മുന്നോട്ട് പോകുക, ഈ ടീമിൽ നിന്ന് വന്നു. ഇന്നത്തെ സഞ്ജു സാംസൺ നല്ലൊരു ക്യാച്ച് കൂടി എടുത്ത് അടിപൊളി ഒരു ക്യാച്ച് ഡുംബർ ഓവറിൽ ഒരു നല്ലൊരു ക്യാച്ച് എടുത്തിട്ടുണ്ട്. പിന്നെ സിംബാബ്വെ ടീമും നല്ല കളിയാണ് കാഴ്ചവെച്ചത്. അതായത് ഓപ്പണിംഗ് ബാറ്റ്സ്മാൻ നല്ല ഓപ്പണിംഗ് എല്ലാം കൊള്ളാൻ നല്ല ഓപ്പണിംഗ് ബാറ്റ്സ്മാൻ. പിന്നെ നമ്മുടെ ക്യാപ്റ്റൻ സിക്കന്ദർ റാസ എല്ലാവരും നല്ല രീതിയിലാണ് പെർഫോം ചെയ്യുന്നത്. എന്നാൽ പോലും നമുക്ക് നമ്മുടെ ടീമാണ് വലുത്, ഇന്ത്യ ജയിക്കണം. നമുക്ക് ഇന്ത്യ കഴിഞ്ഞുള്ള വേറെ ആരും. എന്നിരുന്നാൽ പോലും അവരെ കുറിച്ച് പരാമർശിക്കാതെ പോകുന്നത് എന്തായാലും നല്ല ബാറ്റിംഗ്. ബുംറേനൊക്കെ ആ ഓപ്പണിംഗ് ബാറ്റ് പേര് ഞാൻ പറഞ്ഞത് ആ പട്ടി അടിക്കുന്ന പോലെ അടിക്കുന്നുണ്ട് ബുംറേനൊക്കെ. 95 റൺ അടിച്ചു. നല്ല ബാറ്റിംഗ് ആയിരുന്നു. എന്തായാലും നല്ല ബാറ്റിംഗ് കാഴ്ചവെച്ചു. എന്നിരുന്നാൽ പോലും നമുക്ക് സന്തോഷം, നമ്മുടെ ടീം ജയിച്ചു. സഞ്ജു സാംസൺ ഇമ്പാക്ട് പ്ലെയർ എന്ന് നമുക്ക് പറയാം. ഒറ്റ സഞ്ജു സാംസൺ ആ ഒറ്റ പ്ലെയർ ഉണ്ടാക്കിയത് ഇമ്പാക്ട് വളരെയധികം ടീമിന് ഗുണമായിരിക്കും. ടീം മൊത്തത്തിൽ സെറ്റായി, നല്ല രീതിയിൽ സെറ്റായി. ഇതേ ടീമിൽ സെമീസായിട്ട് കളിക്കട്ടെ, അതും ജയിക്കട്ടെ. ഇന്ത്യ സെമിയിൽ കടക്കട്ടെ, സെമിയിലും ജയിച്ച് ഫൈനലിൽ കിടക്കട്ടെ. സഞ്ജുവിലൂടെ ഇന്ത്യ മൂന്നാറും 2020 വേൾഡ് കപ്പ് ഉയർത്തട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. എന്തായാലും നല്ല നടക്കട്ടെ, നല്ലത് മാത്രം നടക്കട്ടെ. വീണ്ടും ഭ്രാന്തന്റെ പുതിയ വീഡിയോ ആയിട്ട് ഭ്രാന്തൻ വരികയാണ്. കൂട്ടുകാരെ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ഫ്രം ഭ്രാന്തൻ.